ആ ബൈക്കിൻ്റെ വട്ടം ഒരു വലിയ ചരട് കെട്ടി റോഡിന് കുറുകെയാണ്. ആളെ മറിച്ച് വീഴ്ത്തി ഒരു 7ഓളം പേര് വരുന്ന സംഘം. ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് അബ്ദുൾ അസീസിന് അറിയാം. CPM-ൻ്റെ നെല്ലിക്കുഴി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം അബ്ദുൾ അസീസ് അദ്ദേഹത്തെ പട്ടാപ്പകല് ഒരു തലേ ദിവസം ഇന്നലെ UDF-കാരും അതോടൊപ്പം തന്നെ കോൺഗ്രസും SDP-യും സംയുക്തമായ ഒരു പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെ മർദ്ദിച്ച അവസനാക്കി. അപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ള ആ സഖാവിനെ കണ്ട് ഈ അബ്ദുൾ അസീസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്ന് കുറച്ച് വരുമ്പോഴാണ് ഒരു പ്രകോപനമില്ലാതെ ബൈക്കിലാണ് വരുന്നത്. ആ ബൈക്കിൻ്റെ വട്ടം ഒരു വലിയ ചരട് കെട്ടി റോഡിന് കുറുകെയാണ്. ആളെ മറിച്ച് വീഴ്ത്തി ഒരു 7ഓളം പേര് വരുന്ന സംഘം. ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് അബ്ദുൾ അസീസിന് അറിയാം. ക്രൂരമായിട്ട് മർദ്ദിച്ച് അവസനാക്കി. അദ്ദേഹത്തെ തൊട്ടു മുമ്പാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അബ്ദുൾ അസീസാണ് ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായത്. അതുമാത്രമല്ല, ദീർഘകാലം പലവിധ സംവിധാനങ്ങളിൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ കുറ്റ്ലഞ്ചി സഹകരണ ബാങ്കിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും നിറസാന്നിധ്യമാണ്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്ന രീതി, ഒരു സമീപനം, ഒരു ശത്രുതാ മനോഭാവം അബ്ദുൾ അസീസിൻ്റെ കുടുംബത്തിനും ഇല്ല. ആ അബ്ദുൾ അസീസിനെയാണ് ശാരീരികമായിട്ട് വകവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ധിക്കാരവും ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ CPM പ്രതികരിക്കില്ല എന്നുള്ളൊരു മിഥ്യാധാരണയുടെ ഭാഗമായിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന് ഒട്ടേറെ പരിമിതികളുണ്ട് തത്സമയം പ്രതികരിക്കാനായിട്ട്. ഞങ്ങൾ തൽക്കാലം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ജാഥയുടെ തിരക്കിലാണ്. ബഹുമാനപ്പെട്ട MLA ആന്റണി ജോൺ നയിക്കുന്നത്. നാളെയാണ് ആ ജാഥ തീരുന്നത്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞാൽ ജോസ് കെ മാണി നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മധ്യമേഖല സംസ്ഥാന ജാഥ വരികയാണ്. സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ക്യാമ്പയിൻ്റെ തിരക്കിലാണ് ഞങ്ങൾക്കൊരു പരിധി വരെയാണ് നിയന്ത്രണം പാലിക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ട അബ്ദുൾ അസീസിനെ വധിക്കാൻ ശ്രമിച്ച, ക്രൂരമായിട്ട് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി ഇടപെട്ട് പിടിച്ചില്ലെങ്കിൽ CPM രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. ഈ നാടിനെ കലാഭൂമിയാക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നുകൊണ്ട് SDP-ക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് കൈ കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് കർശനമായിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്.